Hi all, welcome to Lakshya School Plus. It's me Rahul Dev. I'm your economics faculty. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ +2 മാക്രോ എക്കണോമിക്സിലെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ്, രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഏതാണ് നമുക്ക് നോക്കാം. ഡിപ്രീസിയേഷൻ ആൻഡ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. എന്താ ഡിപ്രീസിയേഷൻ, എന്താ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, ജസ്റ്റ് ആ ബേസിക് മീനിങ് ഒക്കെ നോക്കി ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് നോക്കിയിട്ട് പഠിക്കാം. ഗ്രാഫിക്കൽ അല്ല, പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് നോക്കാം. എന്താ ഡിപ്രീസിയേഷൻ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അക്കൗണ്ടൻസിയിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡിപ്രീസിയേഷൻ നമ്മുടെ അസറ്റിന് വരുന്ന, ക്യാപിറ്റൽ ഗുഡ്സിന് വരുന്ന തേയ്മാനം, വിയർ ആൻഡ് ടിയർ, അതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു കാർ വാങ്ങിയിട്ടുണ്ട്. ഈ വർഷം ഞാൻ പുതിയ കാർ മേടിച്ചിട്ടുണ്ട്. ഒരു 5 lakh റുപ്പീസിനാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഇയർ ഞാൻ അത് സോൾഡ് വിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് മേടിച്ചപ്പോൾ ആയിട്ടുള്ള 5 lakh എനിക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരു 1 lakh എനിക്ക് എന്ത് ഡിപ്രീസിയേഷൻ ആയിട്ട് വരാം. അടുത്ത വർഷം അതിൻ്റെ വില എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ കുറയും. 4 ലക്ഷത്തിന് ഞാൻ വിൽക്കുള്ളൂ. ആ 1 ലക്ഷമാണ് അതിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ തേയ്മാനമാണ്. അടുത്ത വർഷം അതിന് മാർക്കറ്റിൽ വരാൻ പോകുന്ന വില അത്രേ ഉണ്ടാവുള്ളൂ. അതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം. വിയർ ആൻഡ് ടിയർ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ഈസ് കോൾഡ് ഡിപ്രീസിയേഷൻ. നമ്മുടെ ക്യാപിറ്റൽ ഗുഡ്സിന് വരുന്ന തേയ്മാനം, അതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇൻ എക്കണോമിക്സ്, ഡിപ്രീസിയേഷൻ റെഫേഴ്സ് ടു ദ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. ഓക്കെ അല്ലേ? അസറ്റിന് വരുന്ന വാല്യൂയിലുണ്ടായിരുന്ന ആ തേയ്മാനം, അതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഡ്യൂ ടു ഫാക്ടേഴ്സ് ഓഫ് ലൈക്ക്, ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്, എന്തൊക്കെ കാരണത്താലാവാം? വിയർ ആൻഡ് ടിയർ ആവാം, തേയ്മാനമാവാം, പിന്നെ ഒബ്സൊലൻസ് ഉണ്ട്, കാലഹരണപ്പെട്ടു പോകാം, പിന്നെ ഏജിങ്, അതിൻ്റെ വർഷങ്ങളാകുമ്പോൾ അതിന് വരുന്ന പ്രായം, അതാവാം. It's a measure how much of the asset value is used up during a specific period. അതായത് ഒരു സ്പെസിഫിക് പീരീഡിൽ അസറ്റിൻ്റെ വാല്യൂസ് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ നമുക്ക് ഈ ഡിപ്രിസിയേഷൻ സഹായിക്കും. കൃത്യമായിട്ട് ആ ഡിപ്രിസിയേഷൻ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അസറ്റിൻ്റെ യഥാർത്ഥ വാല്യൂ കിട്ടും നമുക്ക്. അതായത് അടുത്ത വർഷം എത്രയാണോ അസറ്റിന് മൂല്യം ഉണ്ടാകുന്നത് അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഡിപ്രീസിയേഷൻ അലവൻസ് ആണ് നെക്സ്റ്റ് ടേം വരുന്നത്. എന്താണ് ഡിപ്രീസിയേഷൻ അലവൻസ്? എത്രയാണോ ഡിപ്രീസിയേഷൻ വരുന്നത്, അതായത് ഞാൻ പ്രൊഡിക്റ്റ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ ഒരു വർഷത്തിൽ എനിക്ക് മെയിൻ്റനൻസ് ആയിട്ട് എനിക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്, എൻ്റെ ഫാക്ടറിയിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ടെങ്കിൽ ഞാൻ ഒരു വർഷം അതിന് മെയിൻ്റനൻസിനായിട്ട് ഞാൻ 10,000 രൂപ മാറ്റി വെക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഈ 10,000 ഞാൻ എത്രയാണോ മാറ്റി വെക്കുന്ന എമൗണ്ട്, അതിനെയാണ് ഡിപ്രീസിയേഷൻ അലവൻസ്. ആ ഡിപ്രീസിയേഷൻ പരിഹരിക്കാൻ, അല്ലെങ്കിൽ ആ തേയ്മാനം പരിഹരിക്കാൻ വേണ്ടി ഞാൻ നീക്കി വെക്കുന്ന തുക, അതിനെയാണ് ഡിപ്രീസിയേഷൻ അലവൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? In economics, depreciation allowance refers to a special fund that production units set aside each year to maintain their capital goods in productive condition. ആ ക്യാപിറ്റൽ ഗുഡ്സ് ഒരു പ്രൊഡക്റ്റീവ് കണ്ടീഷനിൽ കൊണ്ടുനടക്കണമെന്നുണ്ടെങ്കിൽ ഈച്ച് ഇയറിൽ ഞാൻ മാറ്റി വെക്കുന്ന തുക, സേവ് ചെയ്ത് വെക്കുന്ന തുക, അതിനെയാണ് ഡിപ്രീസിയേഷൻ അലവൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ നമുക്ക് നെക്സ്റ്റ് ടേം ആണ് ഡിപ്രീസിയേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഡിപ്രീസിയേഷൻ കോസ്റ്റ്? എത്രയാണോ എനിക്ക് ആക്ച്വൽ ആയിട്ട് ഡിപ്രീസിയേഷൻ വന്നിട്ടുള്ള കോസ്റ്റ്, ചിലവാക്കാൻ വന്നിട്ടുള്ള കോസ്റ്റ്, അതിനെയാണ് ഡിപ്രീസിയേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ പറഞ്ഞു കുറച്ച് മുന്നേ 10,000 റുപ്പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എൻ്റെ ഡിപ്രീസിയേഷൻ ഫണ്ടിലേക്ക്, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ അലവൻസ് ആയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലെനിക്ക് ആക്ച്വൽ ആയിട്ട് വന്നിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 8,000 ആണെന്ന് വെച്ചോളൂ. എൻ്റെ പ്ലാന്റ് ആൻഡ് മെഷീനറി എനിക്ക് ആ വർഷം സർവീസ് ചെയ്യാൻ വന്നിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 8,000 ആണ്. അപ്പോൾ 10,000 എനിക്ക് 8,000 വന്നിട്ടുള്ളൂ. ഈ 8,000 ആണ് ഈ ഡിപ്രീസിയേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ആക്ച്വൽ ആയിട്ട് വന്നിട്ടുള്ള എമൗണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ഡിപ്രീസിയേഷൻ കോസ്റ്റ്. ഇനി പോട്ടെ, 8,000 മാറി ഒരു 11,000 ആയി എൻ്റെ ചിലവ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? 11,000 ആയി. അപ്പോൾ ഡിപ്രീസിയേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് കൂടാം അല്ലെങ്കിൽ കുറയാം. ആക്ച്വൽ ആയിട്ട് അതിന് വന്നിട്ടുള്ള കോസ്റ്റ് അത് എത്രയാണോ അതാണ് ഡിപ്രീസിയേഷൻ കോസ്റ്റ്. ക്ലിയർ അല്ലേ? എക്സ്പെൻസ് കണക്റ്റഡ് വിത്ത് ദ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ആർ കോൾഡ് ഡിപ്രീസിയേഷൻ കോസ്റ്റ്. ക്ലിയർ അല്ലേ? ക്യാപിറ്റൽ ഗുഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആക്ച്വൽ ആയിട്ട് വന്നിട്ടുള്ള കോസ്റ്റിനെയാണ് ഡിപ്രീസിയേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഡിപ്രീസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക് മീനിങ് എന്ന് പറയുന്നത്. നമുക്ക് ഈ 3 ടേം നിങ്ങൾക്ക് ഓക്കെ ആവും. ഇനി നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് ടേം ആണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. അതായത് ഒരു 2 സെക്ടർ എക്കണോമിയിൽ എങ്ങനെയാണോ പണത്തിൻ്റെ മൂവ്മെൻറ്റ്, മോണിറ്ററി അല്ലെങ്കിൽ ആ മണി മൂവ്മെൻറ്റ് എങ്ങനെയാണോ സാധ്യമാക്കപ്പെടുന്നത്, അതിനെയാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ദ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ 2 സെക്ടർ എക്കണോമി ഈസ് എ മോഡൽ ദാറ്റ് ഷോ ദ മോണിറ്ററി എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ഹൗസ് ഹോൾഡ് ആൻഡ് ബിസിനസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു 2 സെക്ടർ എക്കണോമി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു ആ 2 സെക്ടർ? ഒന്നെന്താണ്? ഹൗസ് ഹോൾഡ് ആണ്. രണ്ടെന്താണ്? ഇതവിടെ വരുന്നുണ്ട്, ബിസിനസ് ആണ്. അപ്പോൾ ഇതാണ് ആ സെക്ടേഴ്സ് എന്ന് പറയുന്നത്. 2 സെക്ടർ എക്കണോമിയിലെ ആ സെക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഹൗസ് ഹോൾഡ് ആണ്, ഒന്ന് ബിസിനസ് ആണ്. അപ്പോൾ ഈ ഹൗസ് ഹോൾഡും ബിസിനസ്സും തമ്മിലുള്ള ആ പണത്തിൻ്റെ എക്സ്ചേഞ്ച് ഉണ്ട്, മോണിറ്ററി എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ഹൗസ് ഹോൾഡ് ആൻഡ് ബിസിനസ്. ഇറ്റ് ഈസ് കോൾഡ് ദ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഇനി എങ്ങനെയാണ് അത് സാധ്യമാവുന്നത്? 2 രീതിയിലാണ് നമ്മൾ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം കണക്കാക്കുന്നത്. ഒന്ന് റിയൽ ഫ്ലോ, ദെൻ ഒന്ന് മണി ഫ്ലോ.
ഓക്കെ അല്ലേ? ദ മോഡൽ അസ്യൂംസ് ദാറ്റ് ദ എക്കണോമി ഹാസ് ഓൺലി ടു സെക്ടർ, ഹൗസ് ഹോൾഡ് ആൻഡ് ബിസിനസ്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ള മീനിങ് ആണ്. ഹൗസ് ഹോൾഡും ബിസിനസ്സും തമ്മിലുള്ള ആ പണത്തിൻ്റെ മൂവ്മെൻ്റ് ഉണ്ട്, എക്സ്ചേഞ്ച് ഉണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഇനി ഞാൻ പറഞ്ഞു രണ്ട് രീതിയിലാണ് ഇത് സാധ്യമാകുന്നത്. ഏതൊക്കെയാണ് ആ രീതി? ഒന്നെന്താണ് റിയൽ ഫ്ലോ, രണ്ടെന്താണ് വരുന്നത്? മണി ഫ്ലോ. റിയൽ ഫ്ലോ ആൻഡ് മണി ഫ്ലോ. ഇനി ഇതിനൊരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ വരുന്നുണ്ട്. അതുകൂടി കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. എക്സാമിന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആൻഡ് ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ ടൈപ്സ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ മാറ്റുന്നത് എന്ന്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാം. ഇതാണ് ആ പിക്ചർ എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ, രണ്ട് ഫ്ലോ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഫ്ലോ എന്താണ്? റിയൽ ഫ്ലോ ആണ്. കണ്ടോ, രണ്ട് ഫ്ലോ ഇവിടെ തന്നിട്ടുണ്ട്. ഒരു ബ്ലാക്ക് മാർക്കിൽ തന്നിട്ടുണ്ട്. ഇതാ ഇതൊന്ന്, ഇത് രണ്ടും എ എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം അല്ലേ? എ എന്ന് ഡിനോട്ട് ചെയ്യാം. രണ്ട് സെക്ടറാണ്. സെക്ടർ എ ഹൗസ് ഹോൾഡും സെക്ടർ ബി എന്താടാ? അത് ഫേമും ആണ്. അപ്പോൾ ഈ ഫേമും ഹൗസ് ഹോൾഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണല്ലോ നമ്മുടെ സർക്കുലർ ഫ്ലോ ഇൻകത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു ഫ്ലോ നമ്മൾ മാറ്റി, ഗുഡ്സ് ആൻഡ് സർവീസ്. ഇതാട്ടോ, ഇത് റിയൽ ഫ്ലോ ആണ്. എ എന്ന് കാണുന്നത് റിയൽ ഫ്ലോ. അപ്പോൾ ഏതാ മണി ഫ്ലോ വരിക? ഇതാണ് മണി ഫ്ലോ. ബി നമ്മൾ ഡിനോട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് മണി ഫ്ലോ എന്ന് പറയുന്നത്. കണ്ടോ? ഇനി എങ്ങനെ ഇത് തമ്മിലുള്ള റിലേഷൻ നമുക്ക് നോക്കാം. എന്താണ് റിയൽ ഫ്ലോ? വേറൊരു കാര്യം കൂടി ഇതിൽ പറയാനുള്ളത്, ആൻഡ് ദാറ്റ് ദർ ഇസ് നോ ഗവൺമെന്റ്, ഫിനാൻഷ്യൽ ഓർ ഫോറിൻ സെക്ടർ. അതായത് മറ്റുള്ള സെക്ടേഴ്സ് ഒന്നും നമ്മളുടെ ഈ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം എന്താ? അത് ടു സെക്ടർ എക്കണോമിയാണ്. ആ രണ്ട് സെക്ടർ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഏതൊക്കെയാണത്? ഹൗസ് ഹോൾഡ് ആൻഡ് ബിസിനസ്. ഓക്കെ. ഇനി the model also assumes that the household spend all of their income on goods and services. ഹൗസ് ഹോൾഡ് ചെലവാക്കുന്നുണ്ട്, അവരുടെ പണം ചെലവാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ ചെലവാക്കുന്നുണ്ട്, ഒരു ഇൻഡിവിജ്വൽ ചെലവാക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പണം ചെലവാക്കുന്നത്? ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ വരുമാനം നമ്മൾ എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു? സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങാൻ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫേം എന്തിനു വേണ്ടിയിട്ടാണ് പണം ചെലവാക്കുന്നത്? ആൻഡ് ഓർ ബിസിനസ് സ്പെൻഡ് all of their income on factors of production. അവരെന്തിനു വേണ്ടിയിട്ടാണ് ചെലവാക്കുന്നത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. അതായത് ഗുഡ്സിനുള്ള റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർ, ഇതിനൊക്കെ അവരെന്ത് കൊടുക്കുന്നുണ്ട്? റിവാർഡായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്താ വേണ്ടത്? ഒരു റോ മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഫൈനൽ ഗുഡാക്കി മാറ്റണം. ഫേമിനെ സംബന്ധിച്ച് അതാണുള്ള ആവശ്യം. ഫൈനൽ ഗുഡ് ആക്കി മാറ്റിയിട്ട് ഇത് ആരുടെ കയ്യിലേക്കാണ് എത്തിക്കേണ്ടത്? കൺസ്യൂമറുടെ കയ്യിലേക്ക് എത്തിക്കണം. അപ്പോൾ അവർ ചെലവാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഫേം അവരുടെ ഇൻകം എല്ലാം ചെലവാക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ആ ബേസിക് മീനിങ് എന്ന് പറയുന്നത്. ഇനി എന്താ റിയൽ ഫ്ലോ നമുക്ക് നോക്കാം. രണ്ട് ഫ്ലോ ആണുള്ളത്. അപ്പോൾ റിയൽ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരെ കൺസിഡർ ചെയ്യില്ല? മോണിറ്ററി വാല്യൂ കൺസിഡർ ചെയ്യില്ല. ആ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ മൂവ്മെന്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ അല്ലേ? ദ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മൂവ്മെന്റ് ഉണ്ട്, ആ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ മൂവ്മെന്റ് ഉണ്ട്. ഇത് മാത്രമേ എവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ? റിയൽ ഫ്ലോയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. എന്താ നോക്കാം. ആൻഡ് ഫാക്ടർ സർവീസ് ബിറ്റ്വീൻ ഹൗസ് ഹോൾഡ് ആൻഡ് ബിസിനസ്. ഞാൻ പറഞ്ഞു ഗുഡ്സ് ആൻഡ് സർവീസും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ സർവീസും ആവാം എവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഈ റിയൽ ഫ്ലോയിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദെൻ ഫാക്ടർ സർവീസ് ഇൻക്ലൂഡ് ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്നത്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർ. ഇത് നമുക്ക് ഓൾറെഡി അറിയാം. അതുണ്ടോ? ഇതാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്നത്. അതായത് ഹൗസ് ഹോൾഡിൻ്റെ കയ്യിൽ നിന്ന് ഫേംസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, അത് ഓൺ ചെയ്യുന്നുണ്ട്. ഹൗസ് ഹോൾഡ് ഇവിടെ കൊടുക്കും. ഇവരെന്ത് കൊടുക്കുന്നുണ്ട്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർ ആർക്ക് വേണ്ടി കൊടുക്കുന്നു? ഫേംസിന് കൊടുക്കും. ഫേംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് ഇത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്നുണ്ട്, ഗുഡ്സ് ആൻഡ് സർവീസ് ആക്കി മാറ്റുന്നുണ്ട്. ദെൻ അത് ഫൈനൽ ഗുഡായിട്ട് വീണ്ടും ആരുടെ കയ്യിലേക്ക് എത്തുന്നത്? ഹൗസ് ഹോൾഡിന്റെ കയ്യിലേക്കാണ് എത്തുന്നത്. സോ ഈ ഫ്ലോയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിയൽ ഫ്ലോ എന്ന് പറയുന്നത്. മാർക്കില്ലല്ലോ, 2 മാർക്ക് 3 മാർക്ക് വെയിറ്റേജ് ഒക്കെ ആയിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താ മണി ഫ്ലോ. റിയൽ ഫ്ലോയിൽ ആരെ കൺസിഡർ ചെയ്തിട്ടില്ല? പണത്തിനെ കൺസിഡർ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മണി ഫ്ലോയിൽ നമ്മൾ എന്തിനെ കണക്ട് ചെയ്യുന്നുണ്ട്? പണത്തിന്റെ മൂവ്മെന്റ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ദ മൂവ്മെന്റ് ഓഫ് മണി ബിറ്റ്വീൻ എക്കണോമിക് സെക്ടേഴ്സ്. ഈ തന്നിട്ടുള്ള രണ്ട് സെക്ടർ തമ്മിലുള്ള പണത്തിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ മണി ഫ്ലോ എന്ന് പറയുന്നത്. ഇതാണ് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. കാരണം പണം നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ട്. ആ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് ഫേം എന്ത് റിട്ടേൺ കൊടുക്കുന്നുണ്ട്? വേജ് ആയിട്ടും റെന്റ് ആയിട്ടും ഡിവിഡൻഡ് ആയിട്ടും പ്രോഫിറ്റ് ആയിട്ടും എല്ലാം റിട്ടേൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് റിട്ടേൺ എന്തായാലും ഇവിടെ കൊടുക്കുന്നുണ്ട്. പണം ഇവിടെ കൊടുക്കണ്ടേ? ഗുഡ്സ് ആൻഡ് സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് റിട്ടേൺ നമ്മൾ പണം കൊടുക്കണ്ടേ? ഇപ്പം ഞാനൊരു കടയിൽ പോയിട്ട് സാധനം മേടിക്കുകയാണെങ്കിൽ എനിക്ക് ഗുഡ്സ് ആൻഡ് സർവീസ് കിട്ടും, സാധനം കിട്ടും, ഞാൻ അതിന് എന്ത് കൊടുക്കണം? പണം കൊടുക്കണം. ആ മൂവ്മെന്റ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ മണി ഫ്ലോ എന്ന് പറയുന്നത്. ക്ലിയർലേ? ദ മൂവ്മെന്റ് ഓഫ് മണി ബിറ്റ്വീൻ എക്കണോമിക് സെക്ടർ സച്ച് ആസ്
സച്ച് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? സച്ച് ആസ് ഫാക്ടേഴ്സ് പേയ്മെൻറ്റ് ഫോർ ഫാക്ടർ സർവീസസ്. ഈ ഫാക്ടർ സർവീസസിനൊക്കെ എന്ത് കൊടുക്കുന്നുണ്ട്? പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പറയുന്നുണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഹൗസ് ഹോൾഡ് ഫേമിന് കൊടുക്കും. ദെൻ ഈ ഫേം എന്ത് റിട്ടേൺ കൊടുക്കുന്നുണ്ട്? വേജ് ആയിട്ടും റെന്റ് ആയിട്ടും ഡിവിഡൻഡ് ആയിട്ടും ദെൻ പ്രോഫിറ്റ് ആയിട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റിന്റെ ഭാഗം തന്നെയാണ്. ഓക്കെ അല്ലേ? ഇനി ഫേം എന്ത് ചെയ്യുന്നുണ്ട്? ഫൈനൽ ഗുഡ്സ് സർവീസ് ആക്കി മാറ്റുന്നുണ്ട്. പ്രൊഡക്റ്റ് ആക്കി മാറ്റിയിട്ട് ആരുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്? ഹൗസ് ഹോൾഡിന്റെ കയ്യിലേക്കാണ്. അപ്പോൾ ഹൗസ് ഹോൾഡ് അവരുടെ വരുമാനം എന്തിനു വേണ്ടിയിട്ടാണ് ചെലവാക്കുന്നത്? ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ ചെയ്യാനാണ്. അപ്പോൾ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ ആയിട്ട് അത് മാറും. കാരണം സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെന്ത് കൊടുക്കണം? പണം കൊടുത്തേ ഇവർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. ഫേമിന് പണം കൊടുക്കണം. അപ്പോൾ ആ മൂവ്മെന്റ് ഉണ്ടല്ലോ, ആ മൂവ്മെന്റ് ഉണ്ട്, അതിനെയാണ് നമ്മൾ മണി ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് മണി ഫ്ലോ. സോ ദീസ് ആർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മണി ഫ്ലോ ആൻഡ് ക്യാഷ് ഫ്ലോ. മണി ഫ്ലോ ആൻഡ് റിയൽ ഫ്ലോ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ ഈ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താ നമ്മളിന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒന്ന് ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ എന്താ മീനിങ് നോക്കി, ഡിപ്രീസിയേഷൻ അലവൻസ് എന്താണെന്ന് നോക്കി, ദെൻ ഡിപ്രീസിയേഷൻ കോസ്റ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മൾ അടുത്ത പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. എന്താണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം? അതിൻ്റെ 2 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെ രീതിയിലാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം നമ്മൾ മെഷർ ചെയ്യുന്നത്? ഒന്ന് റിയൽ ഫ്ലോ, ദെൻ സെക്കൻഡ് ആണ് മണി ഫ്ലോ എന്ന് പറയുന്നത്. റിയൽ ഫ്ലോ ആണെങ്കിൽ അവിടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ആ മൂവ്മെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ മണി ഫ്ലോയിൽ എന്ത് വരും? ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള റിട്ടേൺസ് റെമ്യൂണറേഷൻസ് ആയിട്ട് കിട്ടും. ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുകയാണെങ്കിൽ നമ്മൾ അതിന് ക്യാഷ് കൊടുത്തിരിക്കണം. അപ്പോൾ ഈ പണത്തിന്റെ മൂവ്മെന്റ് ഉണ്ട് ബിറ്റ്വീൻ ഹൗസ് ഹോൾഡ് ആൻഡ് ബിസിനസ്. ഇറ്റ് ഈസ് കോൾഡ് മണി ഫ്ലോ. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചുരുങ്ങിയ സെഷനിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.